السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاسألوا أهل الذكر إن كنتم لا تعلمون بالبينات والزبر. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, പ്രിയപ്പെട്ട യുവാക്കൾ, വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, സഹോദരി സഹോദരന്മാർ, ബഹുവന്യരായ മർഹൂം ഇബ്രാഹിം മുസ്ലിയാർ അവറുകളുടെ ആണ്ടനുസ്മരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട ഒരു അനുഗ്രഹീത പരിപാടിയിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. ഇൽമിനെയും ആലിമീങ്ങളെയും ആദരിക്കുകയെന്നത് അള്ളാഹുവിൻ്റെ ദീനിനോടുള്ള സ്നേഹപ്രകടനമാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ജീവൻ അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, അത് അറിവാണ്. അറിവുള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യമാണോ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അതുപോലെ ധാരാളം സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആൻ ഇൽമു നൽകപ്പെട്ടവർക്ക് ബഹുമാനം പറഞ്ഞിട്ടുണ്ട്. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ഇൽമു നൽകപ്പെട്ടവർക്ക് വലിയ ഡിഗ്രികൾ, പദവികൾ അല്ലാഹു ഉയർത്തിക്കൊടുക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞു. ഇതുപോലെ وقال الذين اوتوا العلم ويلكم ثواب الله خير لمن آمن وعمل صالحا. ദുനിയാവിൻ്റെ പളപളപ്പ് കണ്ട് ഖാറൂനിൻ്റെ അഹങ്കാര സ്വഭാവത്തോടുകൂടിയുള്ള പോക്ക് കണ്ടപ്പോൾ ഞങ്ങൾക്കാർക്കും ഖാറൂനിന് കിട്ടിയതുപോലെ ധനം കിട്ടിയില്ലല്ലോ എന്ന് പരിതപിച്ച ജനങ്ങളോട് ഖാലല്ലദീന ഊതുൽ ഇൽം, ഇൽമു നൽകപ്പെട്ടവർ പറഞ്ഞു, വൈലക്കും സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹാ. നിങ്ങളാ പറയുന്നതിന് യാതൊരു അർത്ഥവും ഇല്ല. അല്ലാഹുവിൻ്റെ പ്രതിഫലം അത് നിങ്ങൾക്ക് എത്രയോ ഖൈറാണ്. ലിമൻ ആമന വഅമില സാലിഹൻ. ആർക്ക്? എല്ലാവർക്കുമല്ല. ശരിയായ വിശ്വാസമുള്ളവരും സൽക്കർമ്മം പ്രവർത്തിച്ചവരുമാകുമ്പോൾ അവർക്ക് അള്ളാഹുവിൻ്റെ പ്രതിഫലം എല്ലാറ്റിനേക്കാളും ഉത്തമമാണ്. അങ്ങനെ തുടങ്ങി എത്രയോ സ്ഥലങ്ങളിൽ ഖുർആൻ ഇൽമിനെ, ഇൽമുള്ളവരെ ആദരിച്ച് പറഞ്ഞതായി നമുക്ക് കാണാം.
യാ അയ്യുഹല്ലദീന ആമനൂ അത്വീഉല്ലാഹ വഅത്വീഉർ റസൂല വഉലിൽ അംരി മിൻകും. ഈമാനുള്ളവരെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കണം എന്ന് പറഞ്ഞ ഉടനെ ഖുർആൻ പറഞ്ഞു ഉലിൽ അംരി മിൻകും, നിങ്ങളിലുള്ള അറിവുള്ളവരെ, കാര്യം അറിയാവുന്നവരെ, കാര്യം കൈകാര്യം ചെയ്യേണ്ടവരെ, ചെയ്യുന്നവരെ. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കം പലരും പണ്ഡിതന്മാർ എന്ന് തഫ്സീർ പറഞ്ഞത് കാണാം. അതേപോലെ പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്ത്, ആ ശരീഅത്തിൽ രാജ്യത്തിൻ്റെ സമാധാനത്തിനും രാജ്യത്തിൻ്റെ നന്മക്കും സമൂഹത്തിൻ്റെ നന്മക്കും ഭരണാധികാരികൾ വേണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഭരണാധികാരികൾ, അവരെയും അള്ളാഹുവിൻ്റെ ദീനിന് എതിരായി പറയാതിരിക്കുമ്പോൾ അവരെയും ഭരണാധികാരികൾ എന്ന നിലക്ക് അനുസരിക്കൽ ആവശ്യമാണ്. കൈകാര്യകർത്താക്കൾ, ഉലുൽ അംർ, അവരെ അനുസരിക്കണമെന്നും ഈ ആയത്തിന് തഫ്സീർ പറഞ്ഞവർ ഉണ്ട്. ഏതായിരുന്നാലും അവരും കൂടി അനുസരിക്കേണ്ടവരാണ് പണ്ഡിതന്മാർ. ഇന്നും വിദേശ രാജ്യങ്ങളിലൊക്കെ മുസ്ലിം ഭരണാധികാരികൾക്ക് അഡ്വൈസ് ചെയ്യുന്ന പണ്ഡിതന്മാരെ കാണാം. പണ്ഡിതന്മാരെ എല്ലാവരും അനുസരിക്കപ്പെടേണ്ടവരാണ് പണ്ഡിതന്മാർ. അത് എന്തുകൊണ്ടാണ്? അവരുടെ കൈവശമുള്ള സ്വത്ത് അമ്പിയാക്കളുടെ അനന്തര സ്വത്താണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിതരണം ചെയ്ത സ്വത്ത് അത് പൊന്നും പണവുമല്ല, അത് അറിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് ഏറ്റവും വലിയ അറിവ് നൽകപ്പെട്ട വ്യക്തിയാണ്. വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ. ഓ നബിയെ, അങ്ങയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തെല്ലാമുണ്ടോ, അറിയാത്ത എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുള്ളതുണ്ടോ, അതെല്ലാം അള്ളാഹു പഠിപ്പിച്ചു തന്നു എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിവ് എല്ലാ പണ്ഡിതന്മാരുടെയും എന്നല്ല എല്ലാ അമ്പിയാക്കളുടെയും അറിവിൻ്റെ മേലെയാണ്. ഫഖന്നബിയ്യീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനൂ ഫീ ഇൽമിൻ വലാ കറമീ എന്ന് ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു ചൊല്ലിയത് അതുകൊണ്ടാണ്. കഴിഞ്ഞുപോയ അമ്പിയാക്കളിൽ എല്ലാവരും വലിയ മഹാന്മാരും ഏറ്റവും ബുദ്ധിയുള്ളവരും അറിവുള്ളവരുമാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, സർവ വസ്തുക്കളുടെയും പേരുകളും ഉപകാരങ്ങളുമൊക്കെ സർവ ഭാഷയിലും പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് ഖുർആൻ അറിയിക്കുന്നത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചത് എന്താണോ, നിങ്ങൾ കഴിച്ച ഭക്ഷണം എന്താണോ, നിങ്ങൾ കഴിക്കാൻ പോകുന്നത് എന്താണോ, ഔനബ്ബിയുക്കും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും, നിങ്ങളെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചതും നിങ്ങൾ കഴിച്ചതും കഴിക്കുന്നതും ഒക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരും എന്ന് പറഞ്ഞ റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വലിയ അറിവുള്ള ആളാണ്. അതേപോലെ كذلك نري إبراهيم ملكوت السماوات والأرض وليكون من الموقنين.
ആകാശഭൂമികളുടെ സാമ്രാജ്യങ്ങൾ മുഴുവനും അള്ളാഹു ഡയറക്റ്റ് കാണിച്ചു കൊടുത്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ അറിവുള്ള ആളാണ്. നമുക്കറിയാം, ഒരു സദസ്സിൽ വെച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നിങ്ങളെക്കാൾ അറിവുള്ള വല്ലവരെയും നിങ്ങളുടെ അറിവിൽ പറയാനുണ്ടോ എന്ന് ആ കാലഘട്ടത്തിൽ അറിവുള്ള ഏറ്റവും വലിയ അറിവുള്ള ആള് നിങ്ങളെക്കാൾ മറ്റാരെങ്കിലുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകളുടെ അറിവിൽ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ഏറ്റവും അറിവുള്ളത് ഞാനാണ് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എനിക്ക് എന്നെക്കാൾ അറിവുള്ള ഒരാളെയും പരിചയമില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തതല്ലാത്ത മറ്റ് ചില അറിവ് നൽകിയിട്ടുള്ള ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമീപത്തേക്ക് പോകാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നിർദ്ദേശം കൊടുത്തത് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബിയോട് പറഞ്ഞത്, കടലിൽ ചെറിയ കൊക്ക് താഴ്ത്തി വെള്ളം കുത്തിയെടുത്ത ആ പക്ഷിയുടെ കൊക്കിൽ പെട്ട അറിവ് പോലെ മാത്രമേ അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അന്ത അലാ ഇൽമിൻ, നിങ്ങളൊരു പ്രത്യേക അറിവിലാണ്, അന അലാ ഇൽമിൻ, ഞാൻ വേറെ ഒരു അറിവിലാണ് എന്ന് പറഞ്ഞ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമും അതേപോലെ ഖദർ അലൈഹിസ്സലാമിനേക്കാൾ എത്രയോ വിഷയങ്ങളിൽ അറിവും സ്ഥാനവും ബഹുമാനവുമുള്ള കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും ഒക്കെ വലിയ അറിവുള്ളവരാണ്. ഖദർ അലൈഹിസ്സലാം നബിയാണോ വലിയാണോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുണ്ട്. അസ്വഹായ അഭിപ്രായം, ഏറ്റവും ശരിയായ അഭിപ്രായം നബിയാണ് എന്നതാണെന്ന് ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്ഈൽ പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, അവരുടെ എല്ലാം അറിവ് ഫഖൻ നബിയീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമി. അവരാരും അറിവിൻ്റെ വിഷയത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് പോലും എത്തിയിട്ടില്ല. അത്രയും വലിയ അറിവുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അറിവ്, മനുഷ്യന് ആവശ്യമായ സർവ്വ അറിവുകളും സവിസ്തരം ശിഷ്യന്മാരായ സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ആ സഹാബികളും ഒരു സാധാരണക്കാര് അല്ല. ഇന്നല്ലദീന യഗുദ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹി ഉലൈക അല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ. തഖ്വക്ക് വേണ്ടി അല്ലാഹു തആല ഹൃദയം സെലക്ട് ചെയ്തെടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിഷ്യന്മാരാകാനുള്ള അർഹതയും യോഗ്യതയും അല്ലാഹു നൽകിയ വലിയ മഹാന്മാരാണ് സഹാബികൾ. ആ സഹാബികളെല്ലാം നീതിമാന്മാരാണ്. അവരിൽ കള്ളം പറയുന്നവരോ ചീത്ത വിളിക്കുന്നവരോ തീവ്രവാദികളോ കുഴപ്പക്കാരോ അതേപോലെ തെറ്റുകൾ ചെയ്ത് നീതി എന്ന അദ്ല് എന്ന സ്ഥാനം നഷ്ടപ്പെട്ടു പോയവരോ ഒന്നുമില്ല. കുല്ലുഹും അദൂൽ, എല്ലാവരും നീതിമാന്മാരാണ്, സത്യസന്ധന്മാരാണ്. ആ സഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈമാറിയ ഇൽമ് അത് നന്നായി പഠിക്കുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നവർക്ക് നല്ലല്ലാഹു അബ്ദൻ സമിഅ മഖാലതി വഅആഹാ, എൻ്റെ വാക്കുകൾ ശരിക്ക് കേട്ട് ഹൃദയസ്ഥമാക്കി വഅദ്ദാഹാ, അത് മറ്റുള്ളവർക്ക് കൃത്യമായ വിധത്തിൽ എത്തിച്ചു കൊടുക്കുന്നവർക്ക് വലിയ സ്ഥാനം അല്ലാഹു നൽകുമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയും ബല്ലിഗു അന്നി, നിങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് നിർദ്ദേശിക്കുകയും ഫല്യുബല്ലിഗു ഷാഹിദുൽ ഗായിബ്,
എൻ്റെ അടുക്കൽ ഹാജരായി പഠിച്ചവർ ഹാജരാകാത്തവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പ്രത്യേകം കൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ആ സഹാബത്ത് ജീവിതത്തിൽ പകർത്തിയും പറഞ്ഞുകൊടുത്തും ആചരിച്ചും പഠിപ്പിച്ചു തന്ന ആശയത്തെ നേരിൽ കണ്ട് പിന്തുടർന്നവരാണ് അവരുടെ പിൻഗാമികളായ താബിഉകൾ. സഹാബികളെല്ലാം അല്ലാഹു തൃപ്തിപ്പെട്ടവരാണെന്ന് പറഞ്ഞതിന് ശേഷം പരിശുദ്ധ ഖുർആൻ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും, ആ സഹാബത്തിനെ ഒരൽപ്പവും അവമതിക്കാതെ കുറ്റം പറയാതെ ആദരിച്ച് ബഹുമാനിച്ച് അവരെ പിന്തുടർന്നവരും റളിയല്ലാഹു അൻഹും അല്ലാഹു തൃപ്തിപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരാണ് താബിഉകൾ എന്ന് പറയുന്നത്. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വരെ ധാരാളം താബിഉകൾ, സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു, താവൂസ് റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്ന നാഫി റളിയല്ലാഹു അൻഹു, സാലിം റളിയല്ലാഹു അൻഹു തുടങ്ങി ധാരാളം താബിഉകൾ ഉണ്ടായിട്ടുണ്ട്. അവരിൽ നിന്നാണ് നമ്മുടെ ഇമാമിങ്ങൾക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ആ ഇമാമിങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി താമസിച്ച് ഇൽമു പ്രചരിപ്പിച്ച സഹാബികളുടെയും സഹാബികളിൽ നിന്ന് പഠിച്ച താബിഈങ്ങളുടെയും അറിവുകൾ ശരിക്കും പകർത്തിയെടുത്ത് അവർ പറഞ്ഞ തീരുമാനങ്ങളും വിധികളും അവരുടെ ഫത്വകളും അവരുടെ വിശദീകരണങ്ങളുമെല്ലാം ഒപ്പിയെടുത്ത് പൂർണ്ണമായി പഠിച്ച് സമൂഹത്തിന് കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളും വിശ്വാസപരമായ വിഷയങ്ങളും പഠിപ്പിച്ചു കൊടുത്ത പണ്ഡിതന്മാരാണ് ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ശാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ വനഫഅന അല്ലാഹു ബിഹിം ഫിദ്ദാറൈൻ. ആ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ, ആ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ പിന്തുടർന്നുകൊണ്ട് വിശ്വാസപരമായ വിഷയങ്ങൾ കാലോചിതമായി വിശ്വാസത്തിൽ മായം ചേർക്കാൻ ശ്രമിച്ച മുഅ്തസിലത്ത്, ശീഅത്ത്, റാഫിളത്ത്, മുർജിയത്ത്, നാസിബത്ത്, അങ്ങനെ തുടങ്ങിയിട്ട് രംഗപ്രവേശനം ചെയ്ത ഖദരിയത്ത് തുടങ്ങിയ എല്ലാ പുത്തൻവാദികൾക്കും കൃത്യമായി മറുപടി പറഞ്ഞുകൊണ്ട് ആ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ പഠിപ്പിച്ച വിശ്വാസപരമായ വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത 2 മഹാപണ്ഡിതന്മാരാണ്. ഒന്ന് ഇമാം അബുൽ ഹസൻ അൽ അശ്അരി, മറ്റൊന്ന് അബൂ മൻസൂരിനിൽ മാതുരീദി റളിയല്ലാഹു അൻഹു. അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു ഫോളോ ചെയ്തത് ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും ഈ 3 മഹാന്മാരെയാണ്. ഇമാം അബൂ മൻസൂറിൽ മാതുരീദി റളിയല്ലാഹു അൻഹു ഫോളോ ചെയ്തത് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെയാണ്. അവരെല്ലാവരും സത്യത്തിലും അവരെല്ലാവരും പഠിപ്പിച്ച ആശയം ശരിയുമായതിനാൽ ഈ പറഞ്ഞ പണ്ഡിതന്മാരെല്ലാം പഠിപ്പിച്ച ആശയങ്ങൾ ശരിയായിരുന്നു. ആ പണ്ഡിതന്മാരുടെ ഗുരുവര്യന്മാരും അവരുടെ ശിഷ്യ പരമ്പരയിലും പെട്ട ആളുകളാണ് കഴിഞ്ഞുപോയ സൂഫിയാക്കളായ ആലിമീങ്ങൾ. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു, ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തുടങ്ങി അതേ സലീൽ സഖത്ത് റളിയല്ലാഹു അൻഹു, മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു തുടങ്ങിയിട്ടുള്ള മഹാന്മാരെല്ലാം അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുപരമ്പരയിലുള്ള ആൾക്കാരാണ്. ഇമാം സിബിലി റളിയല്ലാഹു അൻഹു അടക്കം പിൽക്കാലത്തുള്ള മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള പണ്ഡിതന്മാരെല്ലാം അവരുടെ ശിഷ്യ പരമ്പരയിലുള്ള പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാരെ യഥാർത്ഥത്തിൽ അനുധാവനം ചെയ്ത് അവർ പഠിപ്പിച്ച ആശയമനുസരിച്ച് നീങ്ങുന്നവർക്കാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ, സുന്നികൾ എന്ന് പറയുന്നത്. ആ സുന്നത്തി ജമാഅത്തിന്റെ വിരോധികളെല്ലാം പിഴച്ചുപോയവരാണ്, ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തവരാണ്, ഹദീസുകൾ വേണ്ടതുപോലെ ഗ്രഹിക്കാത്തവരാണ്. അവർ പല വാദങ്ങളും ഉന്നയിച്ച് മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മുസ്ലിമീങ്ങൾ വളരെയേറെ ആദരിക്കുന്ന ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രി. അത് എപ്പോഴാണ് എന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിലും പരിശുദ്ധ റമദാനിലാണെന്ന് തെളിവുകൾ കൊണ്ട് ബോധ്യപ്പെടുന്നതാണ്. റമദാനിലെ അവസാനത്തെ 10 കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്നതാണ്. റമദാൻ 17-നാണ് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്.
അന്ന് ബദർ ദിവസത്തിന്റെ രാവും കൂടി. ബദർ ദിവസത്തിന്റെ രാവിൽ രാത്രി മുഴുവനും ഇബാദത്തിൽ കഴിഞ്ഞ സഹാബികൾ ഉണ്ട്. ബദർ ദിവസം വലിയ പുണ്യമുള്ള ദിവസമാണ്. ഏതായിരുന്നാലും പരിശുദ്ധ റമദാനിലെ 27-ാം രാവ്, 21-ാം രാവ്, 23-ാം രാവ്, 25-ാം രാവ്, 29-ാം രാവ്, ഇത്തരം രാത്രികളെല്ലാം വളരെയേറെ പരിഗണിച്ചുകൊണ്ടാണ് മുസ്ലിം ലോകം അന്നത്തെ ദിവസം ഇബാദത്തുകളിൽ മുഴുകുന്നത്. എന്നാൽ റാഫിദത്ത് എന്ന് പറയുന്ന പുത്തൻവാദികൾ അങ്ങനെ ഒരു ലൈലത്തുൽ ഖദ്ർ ഇല്ല, അത് പണ്ടുണ്ടായിരുന്നു, അത് ഉയർത്തപ്പെട്ടു പോയി, ഇനിയില്ല എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. അതിനവർ പറഞ്ഞ അവരുടെ വിവരക്കേട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദ്ർ ഏത് രാത്രിയാണെന്ന് പറയാൻ വേണ്ടി വരാൻ നോക്കുമ്പോൾ തലാഹ റജുലാനി, രണ്ടാൾ കലാട്ടുണ്ടാക്കി. നാട്ടിലെ ഭാഷയെ പറഞ്ഞാണ് കുഴപ്പമുണ്ടാക്കി. അങ്ങനെ കുഴപ്പമുണ്ടാക്കാൻ പാടില്ല. ആരും എല്ലാവരും യോജിച്ച് സന്തോഷത്തോടെ പ്രവർത്തിക്കുകയല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കലാട്ടുണ്ടാക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടാക്കിയാൽ ബറക്കത്ത് ഉയർന്നു പോകും. അങ്ങനെ രണ്ടാളുകൾ കലാട്ടം ഉണ്ടാക്കി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലൈലത്തുൽ ഖദ്ർ ഏത് രാത്രിയാണെന്ന് പറയാൻ വേണ്ടി വന്ന നബി തങ്ങൾക്ക് അത് ഉയർത്തപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അത് പറയാനുള്ള ഓർഡർ അത് ഉയർത്തപ്പെട്ടു പോയി, ഇനി അത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത് നിങ്ങൾക്ക് ഖൈറായിരിക്കും. ഫൽതമിസുഹാ ഫിൽ അശ്രിൽ അവാഖിർ, നിങ്ങൾ അതിനെ അന്വേഷിക്കണം, നിങ്ങൾ അതിനെ തേടണം. അത് ലൈലത്തുൽ ഖദ്ർ, പ്രത്യേകിച്ചും റമദാനിലെ അവസാനത്തെ 10-ൽ തേടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസിന്റെ ഉയർത്തപ്പെട്ടു എന്നത് വരെ എടുത്ത് ഉദ്ധരിച്ച് അതിന്റെ ബാക്കിയുള്ളത് മുറിച്ച് മാറ്റി അത് ജനങ്ങളെ കേൾപ്പിക്കാതെ ലൈലത്തുൽ ഖദ്ർ ഉയർത്തപ്പെട്ട് വരിക്കുന്നു, ഇനി ലൈലത്തുൽ ഖദ്ർ ഇല്ല എന്ന് വാദിച്ചു റാഫിദത്ത്. അങ്ങനെയാണ് എല്ലാ പുത്തൻവാദികളും. പറയാ തീർത്തും പറയൂല. കാരണം ആദരിക്കപ്പെടേണ്ടതിനെ ആദരിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടൂല, ഈമാനില്ലാത്തതാണ് കാരണം. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കൽ അത് ഖൈറാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിനവരെ കിട്ടൂല. അതുകൊണ്ടാണ് അവർ അമ്പിയാക്കളെ ബഹുമാനിക്കാനോ ഔലിയാക്കളെ ബഹുമാനിക്കാനോ ആലിമീങ്ങളെ ബഹുമാനിക്കാനോ ഇമാമിങ്ങളെ ബഹുമാനിക്കാനോ അതിനൊന്നും പുത്തൻവാദികളെ കിട്ടൂല. കാരണം അവർക്ക് ഖൈറിനുള്ള തൗഫീഖില്ല, അവർക്ക് തഖ്വയില്ല. വമൻ യുഅദ്ദിം ശആയിറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, തഖ്വയുള്ളവർക്ക് അതിന് ഭാഗ്യം ലഭിക്കുകയുള്ളൂ. തഖ്വയില്ലാത്തവർക്ക് സ്വർഗ്ഗവും ഇല്ല. ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് സ്വർഗ്ഗം തയ്യാറെന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ അല്ലാഹു തആല ബഹുമാനിച്ച സമയങ്ങളെയും സ്ഥലങ്ങളെയും വ്യക്തികളെയും ഒക്കെ ആദരിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ തടയുക എന്നതാണ് പുത്തൻവാദികളുടെ ആശ. അതിന്റെ ഭാഗമാണ് ലൈലത്തുൽ ഖദ്റിനെ തള്ളിപ്പറഞ്ഞത് റാഫിദത്ത്. ഇപ്പോഴും നിങ്ങൾക്ക് കാണാം, അൽഹംദുലില്ലാഹ്, റബീഉൽ അവ്വൽ നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. അഹ്യാ റബീഉൽ ഖൽബി സഹ്റുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ. ആ റബീഉൽ അവ്വൽ വരുമ്പോൾ നോട്ടീസ് കൊണ്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. റസൂൽ സല്ലല്ലാഹു നിങ്ങൾ ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു കൂട്ടം ഖുർആനിന്റെ വിരോധികൾ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അവർ സന്തോഷം പ്രകടിപ്പിക്കട്ടെ എന്ന് പറഞ്ഞതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റഹ്മത്താണ് എന്നത് ഖുർആൻ തന്നെ പറഞ്ഞതാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അതുകൊണ്ടാണ് ഹിജ്റ 900 കാലത്ത് വഫാത്തായ ഇമാം നാജി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് നബിതങ്ങളുടെ ജന്മദിനാഘോഷം കൊണ്ടാടുന്നതിന് തെളിവായി ഉദ്ധരിച്ചിട്ടുള്ളത്. അങ്ങനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇമാമിങ്ങൾ ഈ ആയത്ത് നബിദിനാഘോഷ പരിപാടിക്ക് തെളിവായി ഉദ്ധരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് റബീഉൽ അവ്വൽ 1 മുതൽ
കഴിയുന്ന സമയങ്ങളിലെല്ലാം നബിതങ്ങളുടെ മദ്ഹ് പറയുകയും പാടുകയും നബിതങ്ങളുടെ ചരിത്രം ചെറിയ മക്കൾക്കും അല്ലാത്തവർക്കും പഠിപ്പിക്കുകയും ആ സന്തോഷത്തിന്റെ പേരിൽ റബീഉൽ അവ്വൽ 12-ന് നല്ല വസ്ത്രം ധരിക്കുകയും നല്ല ഭക്ഷണം ഉണ്ടാക്കുകയും ഭക്ഷണം വിതരണം ചെയ്യും. അങ്ങനെ ആഘോഷത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്ത് നൂറ്റാണ്ടുകളായി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ തർക്കം വലിച്ചിട്ട് ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന പുത്തൻവാദികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വലാണോ അല്ല വേറെ മാസത്തിലാണോ എന്നൊക്കെ വെറുതെ ചർച്ച ഉണ്ടാക്കുക. അതിന് ഏതെങ്കിലും സ്വീകാര്യോഗ്യമല്ലാത്ത ഏതെങ്കിലും വാചകങ്ങൾ എടുത്ത് ഉദ്ധരിക്കുക, തർക്കം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. കൺഫ്യൂഷനാക്കുക ജനങ്ങളെ. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് സുബ്ഹിക്ക് തൊട്ട് മുമ്പാണോ തൊട്ട് പിറകിലാണോ, ഇങ്ങനെയൊക്കെ വെറുതെ തർക്കങ്ങൾ വലിച്ചില്ല. എന്ത് ആവശ്യമാണ് അതിനുള്ളത്? നബിതങ്ങൾ ജനിച്ചത് സുബ്ഹിന്റെ തൊട്ട് മുമ്പായാലും ശേഷമായാലും ആ രാത്രിക്കും ആ പകലിനും ആ ദിവസത്തിനും ആ മാസത്തിനും പൂർണ്ണമായും ബഹുമാനമുണ്ടെന്നത് ഇമാമിങ്ങളെല്ലാം രേഖപ്പെടുത്തിയ കാര്യമല്ലേ. പിന്നെ എന്തിനാണ് വെറുതെ തർക്കം വലിച്ചിടുന്നത്? ആളുകളെ കൺഫ്യൂഷനാക്കി ആദരവുകളും സ്നേഹപ്രകടനങ്ങളും ഇല്ലാതെയാക്കാനുള്ള ഏർപ്പാട്. ചിലർക്ക് ഞാൻ വലിയ വിവരമുള്ള ആളാണ്, വേറെ ആർക്കും വിവരമില്ല എന്ന് വരുത്തി തീർക്കാനുള്ള അഹങ്കാരം. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. നമ്മുടെ പൂർവ്വകാലത്ത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ്. ഞാൻ ദർസിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഗുരുവര്യരായ ഉസ്താദ് പുല്ലൂക്കര ഉസ്താദ് വലിയ തഖ്വയും വലിയ കറാമത്തും ഒക്കെ ഉണ്ടായിരുന്ന വലിയ മഹാനാണ്. നാദാപുരത്ത് ദീർഘകാലം ദർസ് നടത്തിയ മഹാപണ്ഡിതനായ കീഴന ഉസ്താദ് അവറുകളുടെ പ്രധാന ശിഷ്യനാണ്. പിന്നീട് വെല്ലൂർ ബഖിയാത്തു സാലിഹാത്തിലൊക്കെ പോയി ബിരുദമെടുത്തു വന്ന് എത്രയോ പ്രഗത്ഭരായ ശിഷ്യന്മാരെ വളർത്തിയെടുത്ത മുഴു സമയവും ഇബാദത്തിലും ഇൽമിലും മാത്രം ജീവിച്ച ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട മർഹൂം പുല്ലൂക്കര ഉസ്താദ്. ഉസ്താദിനെ പോലെ ഇബാദത്ത് ചെയ്യുന്ന ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഏത് സമയവും നിസ്കരിക്കുന്നതിന് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഉസ്താദ് അവറുകൾ ഒതുവെടുത്ത് കാത്തിരിക്കും. ളുഹാ 8 റകഅത്ത് നിസ്കരിക്കും, വിത്ർ 11 റകഅത്ത് നിസ്കരിക്കും. ഓരോ റകഅത്തും എത്ര നീണ്ടതാണ്, സുജൂദുകൾ എത്ര നീണ്ടതാണ്. ചില സുജൂദിൽ നീണ്ട സുജൂദ് കണ്ട് ഉസ്താദ് ഈ സുജൂദിൽ ഉസ്താദിന് വല്ലതും സംഭവിച്ചോ എന്ന് ഞാൻ ആശങ്കപ്പെട്ട സമയം എനിക്ക് ഓർമ്മയിൽ ഉണ്ട്. ചിലപ്പോൾ തഫ്സീർ റാസി ജലാലിനി ഓതുന്ന സമയത്ത് റാസി നോക്കാറുണ്ട്. റാസി ചില സ്ഥലം മനസ്സിലാവൂല. അപ്പൊ ഞാൻ കിതാബ് എടുത്ത് ഉസ്താദിന്റെ അടുത്ത് പോകും. ഉസ്താദിന്റെ സമീപത്ത് പോയി ഇങ്ങനെ നിൽക്കും ചോദിക്കാൻ വേണ്ടി. എന്താ വന്നത് എന്ന് ചോദിച്ചാൽ ഞാനൊന്ന് മറിച്ച് തെറ്റിപ്പോകാതെ വായിക്കാൻ വേണ്ടി ആദ്യം ഒന്ന് നോക്കും. നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സംശയം താനേ തീരും. ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ മടങ്ങി പോരും. ഉസ്താദിന്റെ ബറക്കത്തായിരുന്നു. അത്ര വലിയ മഹാനായിരുന്ന പുല്ലൂക്കര ഉസ്താദ് അവറുകൾ റബീഉൽ അവ്വൽ 12-ാം രാവ് എന്ന് പറഞ്ഞാൽ 11 കഴിഞ്ഞ രാത്രി സുബ്ഹിന്റെ നേരെ മുന്നേ ഞങ്ങളെല്ലാം വിളിച്ചുണർത്തും. എന്നിട്ട് ഞങ്ങളെല്ലാവരെയും വിളിച്ചുണർത്തി എല്ലാവരെ കൊണ്ട് ഒതുവെടുപ്പിച്ച് അങ്ങനെ സുന്നത്ത് നിസ്കരിച്ച് ഇരുന്ന് ഞങ്ങളെ കൊണ്ട് ബുറുദ ചൊല്ലിക്കുകയോ അല്ലെങ്കിൽ സലാത്ത് ചൊല്ലിക്കുകയോ ഒക്കെ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാരെ കണ്ടത്. ഇപ്പൊ സുബ്ഹിന്റെ മുമ്പ് അത് ചെയ്തുകൂടാ എന്ന് പറയുന്നവരും മറ്റുമൊക്കെ വെറുതെ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. സുബ്ഹിക്ക് മുമ്പും ശേഷവും റബീഉൽ അവ്വൽ മുഴുവനും റബീഉൽ അവ്വൽ അല്ലാത്ത സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ചാൽ എവിടെയാണ് കുഴപ്പം? അല്ലാഹു തആല പറഞ്ഞത് ഫൽയഫ്റഹു, നബി തങ്ങൾ മുഖേന സന്തോഷം പ്രകടിപ്പിക്കട്ടെ എന്നല്ലേ. റബീഉൽ അവ്വലിൽ വളരെയേറെ പ്രത്യേകതകൾ കൂടുതൽ ഉണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ഇമാമിങ്ങൾ എടുത്തു ഉദ്ധരിച്ചിട്ടും ഉണ്ട്. 12 റബീഉൽ അവ്വൽ 12 അവിടുത്തെ ജന്മദിനമായതുകൊണ്ട് അന്നത്തെ ദിവസത്തിന് കൂടുതൽ പ്രത്യേകതയുണ്ട്. ഇനി അഥവാ ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ വ്യത്യസ്ത ദിവസങ്ങളിലാണെന്ന് അഭിപ്രായങ്ങൾ ഉണ്ടായാൽ പോലും ലൈലത്തുൽ ഖദറിന്റെ ബഹുമാനം ജന്മദിനത്തിന്റെ ബഹുമാനത്തിന് ഒരു കുറവും വരൂലല്ലോ. അതുണ്ടെന്നുറപ്പല്ലേ. അപ്പൊ എല്ലാ ദിവസവും ചെയ്യണം എന്നല്ലാതെ
ഏതെങ്കിലും ഒരു സമയം ചെയ്യണ്ട, അല്ലെ ഏതെങ്കിലും ഒരു ദിവസം ചെയ്യണ്ട എന്ന് പറയാൻ ആർക്കാണ് അധികാരം? അതുകൊണ്ടിരിക്കട്ടെ, എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷ പരിപാടികൾ വളരെ ഗംഭീരമായി നടത്തുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ഇമാമിങ്ങൾ അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയതുപോലെ നമ്മുടെ ചെറിയ മക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവവും നബിതങ്ങളുടെ മുഅ്ജിസത്തുകളും നബിതങ്ങളുടെ ശരീരത്തിന്റെ ആകാരവും നബിതങ്ങളുടെ ഭംഗിയും നബിതങ്ങളുടെ സ്വഭാവവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചെറിയ കുട്ടികൾക്കടക്കം കുടുംബങ്ങൾക്കടക്കം ഫാമിലിക്കടക്കം പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും സമൂഹത്തിന് അവിടുന്ന് കൊണ്ടുവന്ന ദീനിന്റെ പ്രസക്തി മനസ്സിലാക്കി കൊടുക്കുകയും അവിടുത്തെ പ്രസക്തി എന്നും നിലനിൽക്കുന്നു എന്നത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകന്മാരും സംഘടനാ പ്രവർത്തകരും അതുപോലെ എല്ലാവരും മുഅ്മിനീങ്ങൾ എല്ലാവരും ചെയ്യേണ്ടതെന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വത്താണ് ഇൽമ് എന്നാണ് ഞാൻ പറഞ്ഞത്. ആ ഇൽമ് നേടിയെടുക്കാൻ അധ്വാനിക്കണം. മഹാനായ ബേക്കലം ഉസ്താദ് താനേ പഠിച്ചതല്ല, ഇന്നമൽ ഇൽമു ബിത്തഅല്ലും, അധ്വാനിച്ച് പഠിക്കുന്നതുകൊണ്ടാണ് ഇൽമ് കിട്ടുന്നത്. അങ്ങനെ പഠിച്ച് വലിയ പണ്ഡിതനായി ആളുകൾക്ക് കിതാബുകൾ ദർസ് നടത്തുകയും അതുപോലെ ഇൽമു പറഞ്ഞു കൊടുക്കുകയും തീരുമാനം പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ സ്ഥാനത്തെ ഉസ്താദ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി വെച്ചു. ഉസ്താദ് അവരുടെ ഗുരുവര്യരും കൂടിയായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹു മഹാനവറുകളോട് വലിയ ആദരവും ബഹുമാനവും പ്രകടിപ്പിച്ച് താജുൽ ഉലമയുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്ത വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ബേക്കലം ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇബ്രാഹിം മുസ്ലിയാർ അവറുകൾ. അല്ലാഹു തആല അവിടുത്തെ ഖബറിൽ സന്തോഷം നൽകട്ടെ. അവരുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും നാട്ടുകാർക്കും സ്നേഹജനങ്ങൾക്കും ഈ പരിപാടിയുമായി പങ്കെടുക്കുന്നവരും സഹകരിക്കുന്നവരും സഹകരിച്ചവരും സഹായിച്ചവരും സഹായിക്കുന്നവരും എല്ലാവർക്കും നമുക്കും അല്ലാഹു തആല എല്ലാ ഖൈറും ബർക്കത്തും തൗഫീഖും തഖ്വയും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ആരോഗ്യത്തോടെ അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ നമുക്കെല്ലാവർക്കും അള്ളാഹു ദീർഘ ആയുസ് തഖ്വയോടുകൂടെ നൽകുമാറാകട്ടെ. ഈ പരിപാടിയിൽ പങ്കെടുത്തവരും സഹായിച്ചവരെ എല്ലാം അള്ളാഹു സഹായിക്കുമാറാകട്ടെ. കൂടുതലായി ഇപ്പോൾ സംസാരിക്കുന്നില്ല, ഇനിയും ധാരാളം ആളുകൾ ഇവിടെ പ്രസംഗിക്കാനും പങ്കെടുക്കാനും ഒക്കെയുണ്ട്. അള്ളാഹു തആല നമ്മളെല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ട അടിമകളിൽ പെടുത്തി അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കുമാറാകട്ടെ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നു. ഞാനിവിടെ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ സിറാജുൽ ഹുദയിലേക്ക് നേർച്ച തന്നവരുണ്ട്. അതുപോലെ പലരും നേർച്ചകളും സംഭാവനകളും തന്ന് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, ആ സ്ഥാപനത്തിന് നീ തന്ന ബർക്കത്ത് നിലനിർത്തി തരണം റഹ്മാനെ. ആര് ആ സ്ഥാപനത്തിലേക്ക് നേർച്ചകളും സദഖകളും തന്നവരുണ്ടോ അവരുടെ ഉദ്ദേശം ഖൈറായത് നീ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, അസുഖമുള്ള പലരും ഉണ്ട്. വരുന്ന സമയത്ത് ഞാൻ അബൂബക്കർ മുസ്ലിയാർ അവറുകളെ കയറി നോക്കി. അതുപോലെ അസുഖമുള്ള പല പണ്ഡിതന്മാരുമുണ്ട്, സാധാരണക്കാരുണ്ട്. എൻ്റെ കുടുംബത്തിൽ ഒരു ചെറുപ്പക്കാരൻ ആശുപത്രിയിലുണ്ട്. അതുപോലെ പലരും പല രോഗങ്ങളുള്ളവരുണ്ട്. റബ്ബേ, അവരുടെയും ഞങ്ങളുടെയും എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുടെയും ഏത് രോഗമാണെങ്കിലും നീ സുഖപ്പെടുത്തി ആഫിയത്ത് കൊണ്ട് അനുഗ്രഹിക്കണം റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവത്തിൽ ഖൈറായ മക്കളെ കൊടുക്കണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. ജോലി ചെയ്യുന്നവർ, ബിസിനസ് നടത്തുന്നവർ, യാത്ര പോകുന്നവർ, പോയവർ എല്ലാവർക്കും എല്ലാ സ്ഥലത്തും എല്ലാ വിഷയത്തിലും ഖൈറും ബർക്കത്തും നൽകണം റഹ്മാനെ. ഞങ്ങൾക്കെല്ലാം നിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് അവസാനം ഈമാൻ സലാമത്തായി മരിച്ച് സാലിഹീങ്ങളെ കൂടെ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം തരണം റഹ്മാനെ. ട്രെയിൻ എത്ര ഓടിയെടുത്തണ്ടേ? നിസ്കരിക്കണ്ടേ? നിസ്കരിക്കൊക്കെ നിസ്കരിക്കാൻ പ്രശ്നമായിക്കോട്ടെ. ബഹുനിരായ
മാണി അബ്ദുൽ ഹമീദ് ഉസ്താദ് അവറുകൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടെ എത്തിച്ചേരും. ഉസ്താദ് വരുന്നവരെ ഗ്യാപ്പടക്കണമെന്നാണ് നമ്മുടെ സംഘാടകർ വന്ന് ആവശ്യപ്പെട്ടത്. എനിക്ക് ട്രെയിനിന് പോകേണ്ടതുള്ളതുകൊണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ്, അതുപോലെ ഇൽമിൻ്റെ ബഹുമതി, അതൊന്നും എത്ര മണിക്കൂറുകൾ, ദിവസങ്ങൾ, മാസങ്ങൾ പറഞ്ഞാലും തീരുന്നതല്ലല്ലോ. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, പണ്ഡിതന്മാർ സമൂഹത്തിൻ്റെ അഭയകേന്ദ്രങ്ങളാണ്. കാരണം ഏതൊരു പ്രശ്നവും ഹല്ല് ചെയ്യാൻ, പ്രശ്നം പരിഹരിക്കാൻ, അതിൻ്റെ വസ്തുത പറഞ്ഞു കൊടുക്കാൻ ഇൽമുള്ളവർക്കേ കഴിയൂ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു സ്ത്രീ മയ്യിത്ത് കുളിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്ത്രീകൾക്ക് സ്ത്രീകളുടെ മയ്യിത്ത് കുളിപ്പിക്കൽ അവരാണല്ലോ ചെയ്യേണ്ടത്. സ്ത്രീകൾക്ക് ചിലപ്പോൾ മെൻസസ് ഉള്ള സമയമായിരിക്കും. ആ സമയത്ത് അവർക്ക് മയ്യിത്ത് കുളിപ്പിക്കാമോ എന്നൊരു ചോദ്യം ധാരാളം വലിയ വലിയ ഹദീസ് പണ്ഡിതന്മാരിയ്ക്കുന്ന സദസ്സിൽ ഒരു സ്ത്രീ വന്ന് ചോദ്യമുന്നയിച്ചു. ഹൽ തഗ്സിലുൽ ഹൈദുൽ മയ്യിത, മെൻസസ് ഉള്ള സ്ത്രീക്ക് മയ്യിത്ത് കുളിപ്പിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. മെൻസസ് ഉള്ള സമയത്ത് നിസ്കരിക്കാൻ പാടില്ല, നോമ്പെടുക്കാൻ പാടില്ല, നോമ്പ് പിന്നീട് ഖളാ വീട്ടണം, നിസ്കാരം ഖളാ വീട്ടരുത്. മെൻസസ് ഉള്ള സമയത്ത് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടാൻ പാടില്ല, അത് കുളിച്ചതിന് ശേഷം മാത്രമേ പറ്റുള്ളൂ, ശുദ്ധിയായി കുളിച്ചതിന് ശേഷം മാത്രമേ പറ്റുള്ളൂ. മെൻസസ് ഉള്ള സമയത്ത് ഒരനിവാര്യ ഘട്ടത്തിൽ തലാഖ് ചൊല്ലേണ്ടി വന്നാൽ പോലും ഭാര്യയ്ക്ക് മെൻസസ് ഉള്ള സമയത്ത് തലാഖ് ചൊല്ലാൻ പാടില്ല. ഇങ്ങനെയൊക്കെ മെൻസസുമായി ബന്ധപ്പെട്ട ധാരാളം നിയമങ്ങൾ ഉണ്ട്. പക്ഷേ മെൻസസ് രാത്രിയിൽ നിന്നാൽ കുളിക്കുന്നതിന് മുമ്പ് തന്നെ നോമ്പിന്റെ നിയ്യത്ത് ചെയ്യാം. സുബഹിയാകുന്ന സമയത്തും കുളിച്ചിട്ടില്ല, സുബഹിയായി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിച്ച് സുബഹി ഖളാ നിസ്കരിച്ചാണ്, എന്നാലും നോമ്പിന് കുഴപ്പമൊന്നുമില്ല. കാരണം നോമ്പിന് മെൻസസ് നിന്നാൽ മതി, കുളിക്കണം എന്നില്ല. നിസ്കാരം അങ്ങനെയല്ല. ഇതേപോലെ തലാഖ് മെൻസസ് ഉള്ള സമയത്ത്
لا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ബേക്കലം ഉസ്താദിനെ സംബന്ധിച്ച് താജുൽ ഫുഖഹ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ കിരീടം എന്നാണ് അപരനാമം നൽകപ്പെട്ടത്. അപ്പോൾ ഉസ്താദിൻ്റെ ഒരു സഹസാകുമ്പോൾ കുറച്ച് മസാല ഫിഖ് പറഞ്ഞാൽ സന്തോഷമാണല്ലോ, അതുകൊണ്ട് ഞാൻ ഇടക്കങ്ങ് കൂട്ടിച്ചേർത്തതാണ്. മെൻസസ് ഉള്ള സമയത്ത് തലാഖ് ചൊല്ലാൻ പാടില്ല. പക്ഷേ മെൻസസ് ഉള്ള സമയത്ത് കുളിച്ചിട്ടില്ലെങ്കിലും, അഥവാ മെൻസസ് നിന്നിട്ടുണ്ട് കുളിച്ചിട്ടില്ല, എന്നാലും തലാഖ് ചൊല്ലൽ അനുവദനീയമാണ്. ഏതായിരുന്നാലും ആ സ്ത്രീ വന്ന് ചോദിച്ച ചോദ്യം, ഹൽ തഗ്സിലുൽ ഹായിദുൽ മയ്യിത, മെൻസസ് ഉള്ള സ്ത്രീക്ക് മയ്യിത്ത് കുളിപ്പിക്കാമോ എന്ന്. ധാരാളം ഹദീസ് പണ്ഡിതന്മാരിയ്ക്കുന്ന ഒരു സദസ്സ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്, എന്താ പറയാൻ, ആർക്കും മറുപടി പറയാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ അബൂ സൗർ റളിയല്ലാഹു അൻഹു വരുന്നു. അബൂ സൗർ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, മൂപ്പരോട് ചോദിച്ചു നോക്കുന്നത്. അപ്പൊ മൂപ്പരോട് ചോദിച്ച മൂപ്പർ ഉടനെ പറഞ്ഞു, അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ ഉദ്ധരിക്കുകയാണ്, അതിന് തെളിവുദ്ധരിക്കുകയാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹക്ക് മെൻസസ് ഉള്ള സമയത്ത് നബി തങ്ങളുടെ മുടി ചീകിക്കൊടുക്കാറുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് എന്ന് ഹദീസിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ വൃത്തിയാക്കുന്ന കാര്യങ്ങൾ, ഭംഗിയാക്കുന്ന കാര്യങ്ങൾ മെൻസസ് ഉള്ള സമയത്ത് ചെയ്യാം എന്നതിന് അത്തരം ഹദീസുകൾ തെളിവാണ് എന്ന് പറഞ്ഞ് കുറെ ഹദീസിൽ നിന്ന് കാര്യം ഗ്രഹിച്ചെടുത്ത് നിയമം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ ഇരിക്കുന്ന ഹദീസ് പണ്ഡിതന്മാർ ഓരോരുത്തരും ആ ഹദീസ് ഇങ്ങനെ ഉദ്ധരിക്കാതെ, ആ ഹദീസ് എനിക്ക് ഇന്നാളാണ് റിപ്പോർട്ട് ചെയ്തതെന്ന്, അവരെ ഉസ്താദ് ഇന്നാളാണ്, ഉസ്താദ് ഇന്നാളാണ്, അങ്ങനെ ആയിഷ ബീവി വരെ ഹദീസിന്റെ പരമ്പര ഓരോരുത്തരും പറയാൻ തുടങ്ങി. അപ്പോൾ നോക്കുമ്പോൾ ഇരിക്കുന്നവർക്കൊക്കെ ഹദീസ് അറിയാം, പക്ഷെ നിയമം പറയാൻ അറിഞ്ഞൂടാ, ഹദീസിൽ നിന്ന് നിയമം കണ്ടെത്തി പറയാൻ അറിയില്ല. അപ്പൊ ഈ സ്ത്രീ ചോദിച്ചു, അയിനാന്തും ഇലൽ ആൻ, ഇതുവരെ ഞങ്ങളുടെയും പോയിന് എന്ന് ചോദിച്ചു. നിങ്ങളോട് ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ നിങ്ങൾക്കൊക്കെ ഹദീസ് അറിയാം, എന്നിട്ട് എന്തെങ്കിലും നിയമം പറയാൻ കഴിയാതിരുന്നു. അത് ഫുഖഹാക്കൾക്ക്, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ഒരു പ്രത്യേകമായ തൗഫീഖാണ്, ഖുർആനിലും ഹദീസിലും നിയമം കണ്ടെത്തി പറയുക എന്നത്. മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യരാണ്. മഹാനവറുകൾ ഇരിക്കുമ്പോൾ ഒരു ടീം വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ ഒരു സ്ത്രീയുടെ മയ്യിത്ത് കുളിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ആ സ്ത്രീയുടെ കൈവിരൽ കുളിപ്പിക്കപ്പെടുന്ന മയ്യിത്തിന്റെ സ്വകാര്യ അവയവത്തിൽ ഒട്ടിപ്പിടിച്ചുപോയി. ഞങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. വിരല് മുറിച്ചിട്ട് മയ്യിത്തിനെ രക്ഷപ്പെടുത്തണോ, മയ്യിത്തിന്റെ ശരീരം മുറിച്ച് വിരല് രക്ഷപ്പെടുത്തണോ, എന്താ ചെയ്യേണ്ടത്? പലരോടും ചോദിച്ചിട്ട് കൃത്യമായൊരു മറുപടി കിട്ടുന്നില്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു കേട്ട ഉടനെ പറഞ്ഞു, ആ കുളിപ്പിക്കുന്ന സ്ത്രീ മയ്യിത്തിനെ സംബന്ധിച്ച് അപരാധം പറഞ്ഞിട്ടുണ്ടാകും, വ്യഭിചാര ആരോപണം പറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ ആ മയ്യിത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ മയ്യിത്തിന് ആ സ്ത്രീയിൽ നിന്നൊരവകാശം കിട്ടാനുണ്ട്. അതെന്താണ്? അങ്ങനെ വ്യഭിചാരാരോപണം പറഞ്ഞാൽ 4 സാക്ഷികൾ ഇല്ലാതെ വ്യഭിചാരാരോപണം പറഞ്ഞാൽ അവരെ 80 അടിയടിക്കണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്തും തോന്നിവാസവും എങ്ങനെയും പറയാനുള്ളതല്ല, പറയുമ്പം വളരെ ശ്രദ്ധിച്ച് ഏത് കാര്യവും പറയാവും. വ്യഭിചാരാരോപണം പറഞ്ഞാൽ 80 അടിയാണ്. 3 ആള് പറഞ്ഞാൽ 3 ആൾക്കും അടിയാണ്, 240 അടിയാണ്. 8 3 24, 240 അടി. 4 ആള് സത്യസന്ധരായ 4 ആള് അവര് തന്നെ, അവർ 2 ആളും റൂമിൽ കയറി പോകുന്നത് കണ്ടിക്ക് വാതിലടക്കുകയും ചെയ്യുന്നു പറഞ്ഞാലും പോരാ, പിന്നെ ശരിക്കും ബക്കറ്റും കയറും കിണറ്റിലിറങ്ങുന്നത് പോലെ കണ്ടു എന്ന് പറയണം. അങ്ങനെ പറയാൻ ആർക്കുണ്ടെങ്കിലും കഴിയുമോ? ഒരു സുർമക്കോല് കുപ്പിയിലിറങ്ങുന്നത് പോലെ കണ്ടു എന്ന് പറയണം. അങ്ങനെ പറയാൻ ആർക്കുണ്ടെങ്കിലും കഴിയുമോ? അങ്ങനെ ആരെങ്കിലും ആ പണിയെടുക്കുമോ? അതുകൊണ്ടാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, സാക്ഷി വിസ്താരത്തിലൂടെ ലോകത്ത് ഒരു വ്യഭിചാരിയെയും എറിഞ്ഞു കൊന്ന സംഭവം ഉണ്ടായിട്ടില്ല. കാരണം
അങ്ങനെ കാണാവുന്ന രൂപത്തിൽ ചെയ്യൂലല്ലേ. ഇനി ഒരുത്തൻ അങ്ങനെ കാണുന്ന രൂപത്തിൽ ചെയ്താലോ പിന്നെ അവനെ ബാക്കി വെക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്യുന്ന ഒരുത്തനാണെങ്കിൽ അത് വേറൊരു വിഷയം. അപ്പൊ ഏതായിരുന്നാലും 4 സാക്ഷികൾ, അത്രയും കൃത്യമായി കണ്ട സാക്ഷികൾ പറയാത്ത കാലത്തോളം പറഞ്ഞവന് 80 അടിയാണ്. ആ അടി ഈ സ്ത്രീയെ അടിക്കണം. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു അവിടെ ഇരുന്നിട്ട് പറയാണ്, ആ കുളിപ്പിക്കുന്ന മയ്യിത്തിനെ സംബന്ധിച്ച് കുളിപ്പിക്കുന്ന സ്ത്രീ വ്യഭിചാരാരോപണം പറഞ്ഞിട്ടുണ്ടാകും. അവളോട് പോയി ചോദിക്ക്, പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80 അടിയടിച്ചാൽ അവളുടെ കൈവിരൽ തെറിച്ചു പോരും. ആളുകൾ ചെന്ന് അവളോട് വിശദീകരണം ചോദിച്ചു. ആ സ്ത്രീ പറഞ്ഞു, അതെ, ഞാൻ ഈ സ്ഥലം കഴുകുന്ന സമയത്ത് ഈ സ്ഥലം കൊണ്ട് ഇവൾ എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് എൻ്റെ കൈവിരൽ ഒട്ടിപ്പിടിച്ചു പോയത്. അവർ 80 അടി ആ സ്ത്രീയെ അടിക്കുന്നു. 80ാമത്തെ അടിയോടെ കൈയിന്റെ വിരൽ രക്ഷപ്പെട്ടു വരുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പറയാറുണ്ട്, ലാ യുഫ്താവ മാലിക്കും ഫിൽ മദീന. മദീനയിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഉള്ള സമയത്ത് വേറെ ആർക്കും ഫത്വ കൊടുക്കാൻ അധികാരമില്ല. അത്രയും വലിയ സ്ഥാനം ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു നൽകി. പക്ഷേ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു അഹങ്കാരം വെച്ചിരുന്ന ആളല്ല കേട്ടോ. മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിനോട് രാജാവ്, നിങ്ങൾ രചിച്ച കിതാബുൽ മുവത്ത എന്ന ഹദീസിന്റെ ഗ്രന്ഥം, ആ ഗ്രന്ഥമാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു കുട്ടിക്കാലത്ത് മക്കയിൽ നിന്ന് മനപ്പാഠം പഠിച്ച് മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ ചേരാൻ വേണ്ടി മദീനയിലേക്ക് പോയത്. അവിടെ ചെന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ ചേരാൻ ഏറെ കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അതിന് രാജാവിന്റെ കത്തൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇരിക്കട്ടെ, അതൊന്നും ഇപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന് കത്തൊക്കെ കൊടുത്ത് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ ദർസിലെടുത്തപ്പോൾ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ആകുന്ന കുട്ടിയോട് മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, നാളെ മുതൽ നീ എൻ്റെ ദർസിൽ വന്ന് കിതാബുൽ മുവത്ത ഓതണം. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് മനപ്പാടാക്കിയിട്ടാണ് ഞാൻ വന്നത്, അത് നേരത്തെ തന്നെ മനപ്പാടമാക്കിയിട്ടാണ് വന്നത്. എന്നാലും എൻ്റെ ദർസിൽ നീ പങ്കെടുത്തോളൂ എന്ന് പറഞ്ഞു. ഷാഫി ഇമാം തങ്ങൾ പറഞ്ഞു, ഞാൻ മുമ്പ് മനപ്പാടമാക്കിയതാണെങ്കിലും ഉസ്താദിന്റെ ദർസിൽ പങ്കെടുക്കുമ്പോഴെല്ലാം ഓരോ ഹദീസിൽ നിന്നും ധാരാളം പുതിയ അറിവുകൾ അല്ലാഹു തആല എനിക്ക് തന്നു. ഉസ്താദുമാരെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ വലിയ ബറക്കത്തുള്ളതാണ്. മുതഅല്ലിമീങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ഉസ്താദിന്റെ ദർസിൽ പങ്കെടുത്തിട്ട് ഇരുന്നിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാൻ പാടില്ല. അതുപോലെ വേറൊന്നും ശ്രദ്ധിക്കാൻ പാടില്ല. അതേപോലെ പരസ്പരം സംസാരിക്കാൻ പാടില്ല. ഉസ്താദ് പറഞ്ഞു നമുക്ക് മനസ്സിലായില്ലെങ്കിൽ എഴുന്നേറ്റ് ഉസ്താദിനോട് ചോദിക്കല്ലാതെ തൊട്ടടുത്തുള്ള ആളോട് ചോദിക്കാൻ പാടില്ല. തൊട്ടടുത്തുള്ള ആളോട് ചോദിച്ചാൽ അവന്റെ ശ്രദ്ധയും പോയി, നമ്മളെ ശ്രദ്ധയും പോയി. അപ്പോൾ ഉസ്താദ് പറയുന്നു ഒന്നും മനസ്സിലാവൂല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അദബുകേടാണെന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരിക്കട്ടെ, മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ മുവത്ത എന്ന ഗ്രന്ഥം അത് വലിയ ആധികാരിക ഗ്രന്ഥമാണ്. അത് ഞാനിവിടെ നിലനിർത്തും. വേറെ പല ഇമാമിയങ്ങളും എഴുതിയ ഹദീസ് ഗ്രന്ഥങ്ങളും മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ഞാൻ ചുട്ടുകരിച്ചു കളയും എന്ന് അന്നത്തെ ഭരണാധികാരി പറഞ്ഞപ്പോൾ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, എന്റെ കിതാബ് വെച്ച് വേറുള്ള മുസ്ലിയാന്മാരെ വേറെ ആലിമീങ്ങളൊക്കെ കിതാബ് ചുട്ടുകരിക്കാന്ന് പറയുമ്പോ അല്ലാഹു അക്ബർ എന്ന് തക്ബീറിയല്ലോ അല്ല ചെയ്തത്, കൈയടിച്ച് പാസാക്കല്ല ചെയ്തത്, പിന്നെന്താ ചെയ്തത്? അത് പറ്റൂല, അങ്ങനെ ചെയ്യാൻ പറ്റൂല. കാരണം രാജാവേ, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബികൾ അവിടത്തിൽ നിന്ന് പല സമയങ്ങളിൽ പലരും പലതും പഠിച്ചു. ആ പഠിച്ച സഹാബികൾ വ്യത്യസ്തമായ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്ത് അവിടെയെല്ലാം ദീനീ പ്രബോധനം നടത്തി. അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്ന സഹാബികൾ അതാത് സമയങ്ങളിൽ പല ഇൽമും പലർക്കും പറഞ്ഞുകൊടുത്തു. അത് വിവിധ പരമ്പരകളിലൂടെ ശിഷ്യന്മാര് മുഖേന
പല പണ്ഡിതന്മാർക്കും ലഭിച്ചു. ഒരാൾക്ക് ലഭിച്ചത് മറ്റൊരാൾക്ക് ലഭിച്ചു കൊള്ളണം എന്നില്ല. എനിക്ക് ലഭിച്ചത് വേറെ ഒരാൾക്ക് കിട്ടണം എന്നില്ല. മറ്റൊരാൾക്ക് കിട്ടിയത് എനിക്ക് ലഭിക്കണം എന്നില്ല. അതുകൊണ്ട് ഒരൊറ്റ കിതാബും ചുട്ടുകരിക്കാൻ പറ്റില്ല. അതിലെല്ലാം അറിവുകളുണ്ടാകും. എൻ്റേത് മാത്രം നിർത്തി ബാക്കിയുള്ളൊക്കെ ചുട്ടുകരിക്കാന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സങ്കുചിത മനസ്ഥിതിക്ക് അംഗീകാരം നൽകാൻ പറ്റില്ല എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു. മഹാനവറുകൾക്ക് ഞാൻ മാത്രമാണ് പണ്ഡിതൻ എന്ന ഒരഹങ്കാരവും ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിട്ടില്ല. അതുപോലെ ഒരു പണ്ഡിതന്മാർക്കും ഉണ്ടായിട്ടില്ല, ഉണ്ടാകാൻ പാടില്ല. ആലിമീങ്ങൾ ഏറ്റവും വിനയം കാണിക്കേണ്ടവരാണ്, താഴ്മ കാണിക്കേണ്ടവരാണ്. മറ്റ് ആലിമീങ്ങളുടെ മുമ്പിൽ വിനയം കാണിക്കണം. അതേപോലെ സയ്യിദന്മാരുടെ മുമ്പിൽ വിനയം കാണിക്കണം. പ്രായമുള്ളവരുടെ മുമ്പിൽ വിനയം കാണിക്കണം. ബാപ്പ ഉമ്മയുടെ മുമ്പിൽ വിനയം കാണിക്കണം. ബാപ്പ ഉമ്മ സാധാരണക്കാരനാണെങ്കിലും മകനൊരു വലിയ ആലിമായാലും ബാപ്പ ഉമ്മയുടെ മുമ്പിൽ അങ്ങേയറ്റം താഴ്മ കാണിക്കണം. ബാപ്പ ഉമ്മ വളരെ സ്ഥാനമുള്ളവരാണ്. അവർ മരണപ്പെട്ടാൽ പോലും അവരുടെ ഖബറിങ്കിൽ പോകുമ്പോൾ പോലും ജീവിതകാലത്ത് കാണിക്കുന്ന അദബ് ഗുരുത്വങ്ങൾ കാണിക്കണം. ഇതുപോലെ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ആളുകൾ അലിമീങ്ങളാകുമ്പോൾ അവരുടെ മുന്നിൽ നേരത്തെ പോകുമ്പോൾ കാണിച്ച അദബുകൾ പാലിക്കണം. അതുപോലെ ഏത് മഹാന്മാരോടും ആദരിക്കപ്പെടുന്നവരോടും മരണത്തിന് ശേഷവും മുമ്പും ഒരുപോലെ ആദരവ് കാണിക്കണം എന്നതാണ് നിയമം. അങ്ങനെ മഹാന്മാര് അവരുടെ ജീവിതത്തിൽ വലിയ ആദരവ് പ്രകടിപ്പിച്ചു. അതിന്റെ പേരിലാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് വല്ല മുറാദും ഹാസിലാകണമെങ്കിൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ജാറത്തിങ്കിൽ പോകും. ഇപ്പോഴും നമ്മൾ ഇറാഖിൽ പോയാൽ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ വലിയ പടുകൂറ്റൻ ജാറം കാണാം. അവിടെ ഇമാമുൽ ആദം അബൂ ഹനീഫ തങ്ങളുടെ പേരിൽ ഒരു കോളേജും കാണാം. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ജാറത്തിങ്കിൽ ചെന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എനിക്ക് വല്ല മുറാദും ഹാസിലാകാനുണ്ടെങ്കിൽ അബൂ ഹനീഫ തങ്ങളെ ഖബറിങ്കൽ അടുക്കൽ ചെന്നിട്ട് ഞാൻ പടച്ചവനോട് ദുആ ചെയ്യും. അങ്ങനെ ദുആ ചെയ്താൽ എൻ്റെ മുറാദ് ഹാസിലാകാറുണ്ട്. മഹാന്മാരെല്ലാം അങ്ങനെ വിശ്വസിച്ചവരാണ്. വലിയ വലിയ മഹത്തുക്കളുടെ ഖബറിന്റെ അടുക്കൽ ദുആ ഇജാബത്തുണ്ടെന്നും അവിടെ അവരെ ആദരിച്ചു പോകുന്നതിൽ ഗുണമുണ്ടെന്നും വിശ്വസിച്ചവരാണ് കഴിഞ്ഞുപോയ എല്ലാ ഇമാമീങ്ങളും ആലിമീങ്ങളും. അതേ സഹാബികളും അങ്ങനെയാണ്. ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ശാമിൽ നിന്ന് മദീനയിലേക്ക് കുറേ ദിവസം യാത്ര ചെയ്ത് വന്നു. അങ്ങനെ വന്ന് ഒരു കാര്യം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കൈമാറാൻ വേണ്ടി വന്നതാണ്. പക്ഷേ അത്രയും ദിവസം, ഏകദേശം 2 ആഴ്ചയോളം സമയം അങ്ങോട്ട് യാത്ര ചെയ്യാൻ കഴിയില്ല, ക്ഷീണമുണ്ട്. അങ്ങനെ വന്നപ്പോൾ ബഹുമാനപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ സമീപത്ത് വന്ന് ലിതഖരീബി ത്വരീഖിഹി, വഴിയൊന്ന് എളുപ്പമാക്കി കൊടുക്കാൻ, അത് അടുപ്പിച്ചു കൊടുക്കാൻ എന്നാണ് അതിന്റെ അർത്ഥം. വഴി അടുപ്പിച്ചു കൊടുക്കാൻ. അങ്ങനെയുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയ സമയം കൊണ്ട് രാത്രിയിൽ മസ്ജിദുൽ അഖ്സയിലെത്തിയില്ലേ? മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ആകാശലോകത്തൊക്കെ പോയി മടങ്ങി വന്നില്ലേ? അപ്പൊ എന്താണ്? വഴി അല്ലാഹു തആല എളുപ്പം ചെയ്യുകയാണ്. അങ്ങനെ എളുപ്പം ചെയ്ത് കിട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ സമീപത്ത് എന്ന് നബി തങ്ങളെ ഇടയാളനാക്കി ദുആ ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ടവർ ചെറിയ സമയം കൊണ്ട് അതേ ശാമിലേക്ക് തിരിച്ചെത്തി എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതായി കാണാം. അപ്പൊ സുഹൃത്തുക്കളെ, മഹാന്മാരുടെ മഖ്ബറയിൽ വലിയ സഹായം അല്ലാഹു തആല നൽകാൻ കാരണമാകുന്ന സ്ഥലമാണ് മഹാന്മാരുടെ മഖ്ബറ. ഇതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് ആരോടും പറയേണ്ടതില്ലല്ലോ, അതേ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് ഖിയാമത്ത് നാൾ വരെയുള്ള ഔലിയാക്കളിൽ ഏറ്റവും പ്രഗത്ഭരായ 4 ആളുകളാണ് ഖുലഫാഉർ റാഷിദീങ്ങൾ. അതിൽ ഒന്നാമത്തെ വ്യക്തിയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, രണ്ടാമത്തെ വ്യക്തിയാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ.
ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ വലിയ ഒരു ഖുതുബും ഇല്ല. ഏറ്റവും വലിയ ഖുതുബാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കഴിച്ചാൽ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരൊറ്റ നേരത്തെ ജമാഅത്ത് നഷ്ടപ്പെടുത്താറില്ല. കൃത്യമായി ജമാഅത്തിന് പങ്കെടുക്കുന്ന ആളാണ്. ഒരു അസറിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയത് 2 തോട്ടങ്ങൾ കാണാൻ പോയത് കൊണ്ടായതിനാൽ ആ 2 തോട്ടവും മിസ്കീന്മാർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബ്ഹിന്റെ ജമാഅത്തിന് ഇമാമായി നിന്ന് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അബൂ ലുഅ്ലുഅത്ത് എന്ന് പറയുന്ന തീവ്രവാദി അവൻ കുത്തിപ്പരിക്കേൽപ്പിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിലൂടെയാണ് വഫാത്തായി പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ നേരത്തെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും ഉസ്മാൻ റളിയല്ലാഹു അൻഹും അതേ ശുഹദാക്കളാണ് എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അത് കാണാം. ഉഹദ് പർവ്വതത്തിന്റെ മേലെ നിന്നപ്പോ ഉഹദ് പർവ്വതം ഒന്ന് കുലുങ്ങിയപ്പോ നബി തങ്ങൾ പറഞ്ഞത് തന്നെ ഉസ്കുൻ യാ ഉഹദ്, ഉഹദേ അടങ്ങണം. ഇന്നമാ അലൈക നബിയ്യുൻ, നിന്റെ മേലെ ഉള്ളത് ഒന്ന് നബിയാണ്. വസിദ്ദീഖുൻ, ഒന്ന് സിദ്ദീഖാണ്. വശഹീദാനി, മറ്റ് 2 ആളുകൾ ശുഹദാക്കളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസിൽ കാണാം. അങ്ങനെ നേരത്തെ തന്നെ ശുഹദാക്കളിൽപ്പെട്ട ആളാണെന്ന് നബി തങ്ങൾ പറഞ്ഞ ആ വലിയ ബഹുമാനം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് കിട്ടാനാണ് റബ്ബിന്റെ തീരുമാനം. അങ്ങനെയാണ് കുത്തുകൊണ്ട് ആ കുത്തിലൂടെ മരണപ്പെട്ടതും. അങ്ങനെ അവിടുന്ന് കുത്തുകൊണ്ട് വീണപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പകരം ഇമാമത്ത് നിന്നു. ആ കുത്തിയ മനുഷ്യനെ പിടികൂടാൻ പലരും ശ്രമിച്ചു. അവന്റെ കത്തി കൊണ്ട് കുത്തുകൊണ്ട് അതേ 6-7ഓളം ആളുകൾ അപ്പോൾ തന്നെ മരണപ്പെട്ടു പോയി. അവസാനം അവനെ പിടികൂടി. ഇരിക്കട്ടെ, നിസ്കാരം കഴിഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എടുത്തുകൊണ്ടുപോയി കിടത്തി. അല്പം പാല് കൊടുത്തപ്പോ ആമാശയത്തിന് സംഭവിച്ച മുറിയുടെ ഉള്ളിലൂടെ അത് പുറത്തൊഴിഞ്ഞു പോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇനി കൂടുതൽ കാലം ഇല്ലെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വസിയ്യത്ത് ചെയ്ത വസിയ്യത്തിൽ കാണാവുന്ന വിഷയങ്ങളിൽ നിങ്ങൾക്ക് കാണാം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, മോനെ, നീ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവിയുടെ അടുക്കൽ പോകണം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അവിടുത്തെ റൂമിൽ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബേക്കിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമുണ്ട്. ഒരു ഖബറിന് കൂടി അവിടെ സ്ഥലമുണ്ട്. അത് ഈ പാവപ്പെട്ട ഉമറിന് തരുമോ എന്ന് ചോദിക്കണം. അങ്ങനെ ചോദിച്ചു വാങ്ങുകയാണ് ആ സ്ഥലം. എന്തിനാണ് അങ്ങനെ ചോദിച്ചു വാങ്ങിയത്? അത് ബുഖാരിയിലെ ഹദീസാണ്. അതിന്റെ ശറഹിൽ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. അങ്ങനെ ചോദിച്ചു വാങ്ങാനുള്ള കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും മറവ് ചെയ്യപ്പെട്ട സ്ഥലത്ത് ധാരാളം റഹ്മത്ത് അല്ലാഹുവിങ്കിൽ നിന്നിറങ്ങും. ആ റഹ്മത്ത് ഖിയാമത്ത് നാൾ വരെ എനിക്ക് കിട്ടണം എന്നതിനു വേണ്ടിയാണ് ഉമർ റളിയല്ലാഹു അൻഹു ആ സ്ഥലം ചോദിച്ചു വാങ്ങിയത്. അപ്പം മഹാന്മാരുടെ മഖ്ബറകൾ മറ്റുള്ളവരുടെ ഖബറിന്റെ സമീപം പോലെ അല്ല. അവരുടെ ഖബറിന്റെ സമീപത്ത് അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും എന്ന് വിശ്വസിച്ച ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച അതേ വിശ്വാസമാണ് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെയും വിശ്വാസം. അതുകൊണ്ടാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയിലേക്ക് പോയത്. മഖ്ബറയിൽ പോയി അവിടെ നിന്ന് അല്ലാഹുവിന്റെ റഹ്മത്തും ബറക്കത്തും ലഭിക്കുമെന്ന് വിശ്വസിച്ചവരൊക്കെ ഇസ്ലാം എന്ന് പുറത്തായ കാഫിരീങ്ങളാണ്, അവിശ്വാസികളാണ്, മുശ്രിക്കീങ്ങളാണ് എന്ന് പറയുന്ന പുത്തൻവാദികൾ ആഖിറത്തിൽ ചെന്നാൽ അവരുടെ കാര്യം വളരെ പരിതാപകരമാണ്. വളരെ സഹതാപത്തിനർഹരാണവർ. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം എന്ന് പുറത്താണ്, ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ഇസ്ലാം എന്ന് പുറത്താണ്. അങ്ങനെ എല്ലാ മഹാന്മാരും ഇസ്ലാം എന്ന് പുറത്താണെന്ന് വിധിച്ച ഒരാൾ പടച്ചവന്റെ കോടതിയിലെത്തുമ്പോൾ അവനെപ്പോലെ പേടിച്ച് വിറക്കുന്ന, അവനെപ്പോലെ രക്ഷ കിട്ടാത്ത, അവനെപ്പോലെ കുടുങ്ങിപ്പോകുന്ന വേറെ ഒരു മനുഷ്യനുണ്ടാകുമോ സഹോദരന്മാരെ? വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിലുള്ളത് എന്താണ്? സുബ്ഹാനല്ലാഹ്, ഇമാം ബുഖാരി തന്നെ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
പടച്ച റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ മാമിൻകും ബിഅശദ്ദ മുനാസദത്തൻ ഫിൽ ഹഖ്ഖില്ലദീ ഖദ് തബയ്യന ലക്കും. പടച്ചവന്റെ അടുക്കൽ ചെറിയ പിഞ്ചുമക്കൾ ഉമ്മാനോട് തർക്കിക്കാറുള്ളത് പോലെ. ഉമ്മാനോട് കുഞ്ഞുമക്കൾ തർക്കിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഉമ്മാനെ പാഠം പഠിപ്പിക്കുന്ന എന്നല്ലല്ലോ. പിന്നെ തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾ തർക്കിക്കാറില്ലേ? അതെന്താണ്? ഉമ്മാന്റെ കാരുണ്യം കൊണ്ട് കുട്ടികൾക്ക് കൊടുക്കും എന്ന പ്രതീക്ഷയിലാണ്. അതുപോലെ മാമിൻകും ബിഅശദ്ദ മുനാസദത്തൻ ഫിൽ ഹഖ്ഖില്ലദീ ഖദ് തബയ്യന ലക്കും. നിങ്ങൾക്ക് കൃത്യമായി തെളിവുള്ള ഒരു വിഷയത്തിൽ നിങ്ങൾ തർക്കിച്ചു പറയുന്നത് പോലെ അള്ളാഹുവിനോട് തർക്കിച്ചു പറയുന്നവരുണ്ട് ആഖിറത്തിൽ. ആർക്ക് വേണ്ടി? ലിഇഖ്വാനിഹിമുല്ലദീന കാനൂ ഫിന്നാർ. നരകത്തിലുള്ള അവരുടെ സഹോദരന്മാർക്ക് വേണ്ടിയാണ് പടച്ചവനോട് തർക്കിച്ചു പറയുന്നത്. എന്താണ് അവർ പറയുന്നത്? കാനൂ യസൂമൂന മഅനാ, കാനൂ യുസല്ലൂന മഅനാ. അവർ ഞങ്ങളെ കൂടെ നോമ്പെടുത്തവരാണ്. നമ്മളെ കൂടെ നോമ്പെടുക്കാൻ നോമ്പുണ്ടോ? ഇമാമും ജമാഅത്തുമായിട്ട് നടത്തല് ഇല്ലല്ലോ. പിന്നെ ഞങ്ങളെ കൂടെ തന്നെ ഞങ്ങൾ മാസം ഉറപ്പിക്കുമ്പോൾ അവരും ഉറപ്പിച്ച്, ഞങ്ങൾ പെരുന്നാളാക്കുമ്പോൾ അവരും പെരുന്നാളാക്കി, ഞങ്ങൾ നോമ്പെടുക്കുമ്പോൾ അവരും എടുത്ത്, അങ്ങനെ ഞങ്ങൾ പറയുന്നതനുസരിച്ച് ഞങ്ങൾ ജീവിതം അനുസരിച്ച്. അതെ, ഞങ്ങളെങ്ങനെ നോമ്പെടുത്ത്? സുബഹി ആയാൽ നോമ്പ് തുടങ്ങി. അതിന് പകരം സുബഹി ആയാലും ബാങ്ക് കൊടുത്താലും ഇഖാമത്ത് കൊടുത്താലും വെള്ളം കുടിക്കാന്നാ സെൽഫികൾ പറയുന്നു. അത് നബിയും സഹാബത്തും പഠിപ്പിച്ച ദീനല്ല. അങ്ങനെയാണ് നോമ്പിന്റെ വിധികൾ എന്ന പുസ്തകത്തിൽ സെൽഫി മൗലവി എഴുതി വെച്ചത്. സുബഹി ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുത്താലും ഭക്ഷണം കഴിക്കുന്നതിന് വിരോധമില്ല. അത് സഹാബത്ത് നോമ്പെടുത്ത പോലെ നോമ്പെടുക്കുന്നവരല്ല സെൽഫികളും ജമാഅത്ത് ഇസ്ലാമിക്കാരൊക്കെ. അവരുടെ തോന്നിവാസം നോമ്പ്, അവരുടെ തോന്നിവാസം നിസ്കാരം. കാനൂ യുസല്ലൂന മഅനാ. അവർ ഞങ്ങളെ കൂടെ നിസ്കരിച്ചവരാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിസ്കരിച്ച പോലെ ഞങ്ങൾ അറബിയിൽ ഖുത്ബ ഓതി അറബിയിൽ ജുമാ നിസ്കരിച്ചു. അവരും അങ്ങനെ ചെയ്തവരാണ്. നേരെ മറിച്ച് ഇംഗ്ലീഷിൽ ജുമാ നടത്തിയല്ല, അല്ലെങ്കിൽ തമിഴിലോ കന്നഡയിലോ മലയാളത്തിലോ ജുമാ നടത്തിയതല്ല. ഞങ്ങൾ നിസ്കരിക്കും പോലെ നിസ്കരിച്ചവരാണവർ, ഞങ്ങൾ നോമ്പെടുത്തതുപോലെ നോമ്പെടുത്തവരാണവർ. അന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് മഹാന്മാരായ ആളുകൾ അള്ളാഹുവിനോട് തർക്കിച്ച് പറയുന്നു. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട മാണി ഉസ്താദ്, ഞാൻ ഉസ്താദെത്താൻ വേണ്ടിയാണ് ഇത്രയും നീട്ടിയത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അപ്പൊ കാനൂ യുസല്ലൂന മഅനാ, ഞങ്ങളെ കൂടെ നിസ്കരിച്ചവർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിച്ചവർ, ഞങ്ങൾ നോമ്പെടുത്തതുപോലെ നോമ്പെടുത്തവർ. അങ്ങനെയുള്ള കുറച്ചാൾ നരകത്തിലുണ്ട്. നോമ്പ് നിസ്കാരം എടുത്തിട്ടുണ്ടെങ്കിലും ചില തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് അവരിൽ. അല്ലാഹു തന്നെ നമ്മുടെ തെറ്റുകളെല്ലാം മാപ്പ് നൽകുമാറാണ്. നമ്മളാരും മഹസൂമിങ്ങളല്ലല്ലോ. ഈ പറയുന്ന ഞാനൊരു മഹസൂമാണെന്ന് പറയാൻ പറ്റുമോ? ജീവിതത്തിൽ പിശാച് വഞ്ചിച്ചും അതേപോലെ ശാരീരിക ചാപ്പല്യങ്ങൾ കടിമപ്പെട്ടും ജീവിതത്തിൽ പല തെറ്റുകുറ്റങ്ങളും വന്നു പോകുന്നവരല്ലേ നാം. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളുടെ ഉമ്മബാപ്പമാർക്കും ഉസ്താദുമാർക്കും ശിഷ്യന്മാർക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും സർവ്വ മുഅ്മിനീങ്ങൾക്കും നീ മാപ്പ് നൽകണം അല്ലാഹ്. അങ്ങനെ തെറ്റ് ചെയ്തു പോയതിന് തൗബ ചെയ്താൽ അല്ലാഹു പുറത്തു കൊടുക്കും. അത് മനസ്സിന്റെ അടിത്തട്ടിൽ ഖേദം പ്രകടിപ്പിച്ച് ഇനിമേലിൽ തെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പിച്ചു. അങ്ങനെ തൗബയുടെ ഷർത്തുകൾ പാലിച്ചുകൊണ്ടുള്ള തൗബയായിരിക്കണം. വെറും അസ്തഗ്ഫിറുല്ലാഹ് അൽഅദീം എന്ന് പറഞ്ഞാൽ പോരാ. അങ്ങനെ തൗബ ചെയ്താൽ അല്ലാഹു പുറത്തു കൊടുക്കും. തൗബ ചെയ്യാതെ മരിച്ചു പോയാലോ, അല്ലാഹുവിന്റെ തീരുമാനം പോലെ ഉണ്ടാവും. അങ്ങനെ അല്ലാഹു തആല നരകത്തിലിട്ട ചിലരുണ്ട്. അവരെ നരകത്തുനിന്ന് കയറ്റാതെ നീ ഞങ്ങൾക്ക് തന്ന സ്വർഗത്തിൽ ഞങ്ങൾ കടക്കൂല. ചെറിയ കുഞ്ഞുങ്ങളുണ്ടല്ലോ, എനിക്ക് സൈക്കിൾ വാങ്ങിത്തരാതെ ഞാൻ പാല് കുടിക്കൂല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉമ്മാനെ പാഠം പഠിപ്പിക്കൂന്നല്ല, സൈക്കിൾ തന്നേ പറ്റൂന്ന. അത് കുട്ടികൾ പറയുമ്പോൾ കാരുണ്യം കൊണ്ട് ചിലപ്പോൾ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കും. അല്ലാഹു തആല അർഹമുർ റഹീമീനാണ്. എല്ലാ ഉമ്മമാരെക്കാളും അപ്പമാരെക്കാളും എല്ലാവരെക്കാളും റഹ്മത്തുള്ളവനാണ് റബ്ബ്. ആ റബ്ബിനോട് അവന്റെ മുഅ്മിനീങ്ങളായ ആളുകൾ അങ്ങനെ തർക്കിച്ച് പറയുമ്പോ അതേ അല്ലാഹു തആല പറയുന്നു, ഇദ്ഹബൂ, നിങ്ങൾ പൊയ്ക്കോളൂ, അഖ്രിജൂ മിനന്നാരി, നിങ്ങൾ നരകത്തിൽ നിന്ന്
അതാ പുറത്തേക്ക് കൊണ്ടുവന്നോളൂ. മൻ അറഫ്തും, നിങ്ങളെ പരിചയക്കാരെ. അവരുടെ പേരിൽ ഫാത്തിഹ ഓതിയവരും അവരെ സിയാറത്ത് ചെയ്തവരും അവരെ ആണ്ടനുസ്മരണം നടത്തിയവരും അവരെ ആദരിച്ചവരും അവർക്ക് പരിചയമുള്ളവർ. മുഹൈദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ, ഹാജ മുഈനുദ്ദീൻ അജ്മീരി തങ്ങളെ, റിഫായി ശൈഖിനെ, ബദരീങ്ങളെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ, അങ്ങനെ തുടങ്ങി മഹാന്മാരുമായി ബന്ധം സ്ഥാപിച്ചവർ അവർക്ക് പരിചയമുള്ളവരാണ്. അവരുടെ ഖബറിൽ ഒരുപാട് ഫാത്തിഹകൾ അവരുടെ വകയിൽ വന്നിട്ടുണ്ട്, യാസീന് വന്നിട്ടുണ്ട്, അവർക്ക് പരിചയമുണ്ട്. അങ്ങനെയാണല്ലോ. സിറാജിലൊക്കെ നല്ല സംഭാവന എന്നവരെ എനിക്ക് നല്ല പരിചയം ഉണ്ടാവും, സ്വാഭാവികമാണ്. അങ്ങനെ ചിലപ്പോൾ എന്നോട് മറന്നു പോകും കേട്ടോ, മറ്റു അതെൻ്റെ ദൗർബല്യമാണ്. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ അൽഹംദുലില്ലാഹ് പരിചയമുള്ളവരെ നിങ്ങൾ നരകത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നോളൂ എന്ന് അല്ലാഹു തആല പറയുന്നു. ഇങ്ങനെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ സാലിഹീങ്ങളുമായി മഹാന്മാരുമായി ബന്ധം സ്ഥാപിക്കണം. ആ ബന്ധം വിജയത്തിന് നിദാനമാണ്. സാലിഹീങ്ങളും മഹാന്മാരുമായ ആളുകൾക്ക് പലപ്പോഴും ദുനിയാവിൽ പല പരീക്ഷണങ്ങളും ഉണ്ടാകും. അമ്പിയാക്കൾ വലിയ പരീക്ഷണങ്ങൾ നേരിട്ടവരാണ്. അതേപോലെ ആലിമീങ്ങൾ പലരും പല പരീക്ഷണങ്ങളും നേരിട്ടവരാണ്. അവരെ സംബന്ധിച്ച് ആരോപണം പറയുന്നവരുണ്ടാകും. വസ്തുതയും യാഥാർത്ഥ്യവും മനസ്സിലാക്കാതെ ആലിമീങ്ങളുടെ പേരിൽ ആരോപണം പറഞ്ഞ് അവരെ ഇരുത്തിക്കളയാമെന്ന് വിചാരിക്കുന്ന ദീനിന്റെ ശത്രുക്കളുണ്ടാകും. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകാൻ പാടില്ല. ഇമാം ശാഫിഈ റളിയല്ലാഹുവിനെ കുറിച്ച് എന്തൊക്കെ ആരോപണം പറഞ്ഞിട്ടുണ്ട്, ഇമാം ബുഖാരി റളിയല്ലാഹുവിനെ കുറിച്ച് എന്തെല്ലാം ആരോപണം പറഞ്ഞിട്ടുണ്ട്. ഇമാം തബരി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ മയ്യിത്ത് മറവ് ചെയ്യാൻ പോലും സമ്മതിച്ചില്ല എന്ന് ചരിത്രത്തിൽ കാണാം. അവസാനം വീട്ടിൻ്റെ ഉള്ളിൽ മറവ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ തുടങ്ങിയിട്ട് ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹുവിനെ കുറിച്ച് എന്തെല്ലാം ആരോപണം പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഫൂറഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. മഹാനവറുകളെ സംബന്ധിച്ച് പറഞ്ഞ ആരോപണം എന്തൊക്കെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ റസൂലല്ല എന്ന പുതിയ വാദം ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞു. അതേപോലെ വേറെ പല കാര്യങ്ങളും പറഞ്ഞു. അവസാനം രാജാവ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി വിചാരണ ചെയ്തപ്പോൾ അതെല്ലാം കേവലം ആരോപണമാണ്, മഹാനവറുകൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നത് ബോധ്യപ്പെട്ടപ്പോ മഹാനവറുകൾ ഇബ്നു ഫൂറഖ് റളിയല്ലാഹു അൻഹു സമ്മാനം കൊടുത്തു. ശാഫി ഇമാമിനെ കുറിച്ച് ആരോപണം പറഞ്ഞ് രണ്ട് കൈക്കും ചങ്ങലക്കിട്ട് കൊണ്ടുപോയി. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞ ആരോപണം തെറ്റാണെന്ന് രാജാവിന് ബോധ്യപ്പെട്ടപ്പോൾ വളരെ വലിയ ആദരവും ബഹുമാനവും നൽകി. ഇബ്നു ഫൂറഖ് റളിയല്ലാഹു അൻഹുവിനെ ആരോപണത്തിലൂടെ തകർക്കാൻ കഴിയാതെ വന്നപ്പോ അവസാനം ശത്രുക്കൾ വിഷം കൊടുത്ത് കൊന്നുകളഞ്ഞു. പക്ഷേ ഇബ്നു ഫൂറഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം രേഖപ്പെടുത്തിയ ഇമാമിങ്ങൾ പറയുന്നു, ഇബ്നു ഫൂറഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിങ്കൽ ചെന്ന് ദുആ ചെയ്താൽ മഴ കിട്ടും. വഖബ്റുഹു യുസ്തശ്ഫാ ബിഹി, അവിടുത്തെ ഖബറിന്റെ അടുക്കൽ പോയി ദുആ ചെയ്താൽ രോഗം മാറും. അങ്ങനെ ശത്രുക്കൾ വിഷം കൊടുത്ത്, സുന്നത്തി ജമാഅത്തിന്റെ വിരോധികൾ വിഷം കൊടുത്ത് കൊന്നിട്ടുണ്ടെങ്കിലും അവിടുത്തെ സ്ഥാനത്തിനൊരു കുറവുമില്ല. ഖബറിൽ കിടക്കുമ്പോൾ അവിടുത്തെ ഖബറിങ്കൽ ചെന്നവർക്ക് രോഗം മാറുകയാണ്. അവിടെ നിന്ന് ദുആ ചെയ്യുമ്പോൾ മഴ പെയ്യുകയാണ്. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നിലകൊണ്ട് ഇഖ്ലാസോടെ പ്രവർത്തിച്ച പണ്ഡിതന്മാർക്കെതിരെ ആരെന്താരോപണം പറഞ്ഞാലും അതെല്ലാം പരീക്ഷണങ്ങളാണ്. അതിനെ മനക്കരുത്തോടെ നേരിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് സജീവമാവുക എന്നതാണ് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ പൂർവ്വകാല ചരിത്രമെന്ന് ഈ സമയത്ത് ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ റബ്ബ്, ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ്, അതുപോലെ മഞ്ഞനാടി അബ്ബാസ് മുസ്ലിയാർ, അതുപോലെ താജുശ്ശരീഅ, നേരത്തെ വിട്ടുപിരിഞ്ഞു പോയ മഞ്ഞനാടി ഉസ്താദ്, അതേപോലെ തന്നെ നേരത്തെ വിട്ടുപിരിഞ്ഞു പോയ ആലമ്പാടി ഉസ്താദ്, ഈ ഭാഗങ്ങളിലൊക്കെ ദീനീ ഖിദ്മത്തുകൾ അതേ വളരെ രംഗത്തുണ്ടായിരുന്ന പലരും വഫാത്തായി പോയ പണ്ഡിതന്മാരുണ്ട്. അവരെ കൂടെ ഉറച്ചു നിന്ന സുബ്ഹാനല്ലാഹ് ഉമറാക്കളുണ്ട്. താജുൽ ഉലമയും നൂറുൽ ഉലമയും കൻസുൽ ഉലമയും
അവരുടെയൊക്കെ പിന്നാലെ ഉറച്ചു നിന്ന ഉമറാക്കളുണ്ട്. പടച്ച റബ്ബേ, ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയ മുഴുവൻ മഹാന്മാർക്കും ഉമറാക്കൾക്കും സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കും പ്രവർത്തകർക്കും സഹായികൾക്കും സഹകാരികൾക്കും റബ്ബേ നീ സ്വർഗത്തിൽ ഉന്നത പദവി നൽകണം. അല്ലാഹ് സാധുക്കളായ ഞങ്ങളെയും അവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം. അല്ലാഹ് ഞങ്ങൾക്ക് ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെ നിന്റെ ദീനിന്റെ ഇൽമ് ധാരാളം പഠിക്കാനും പറയാനും പ്രചരിപ്പിക്കാനും തഖ്വയോടെ ജീവിക്കാനും തൗഫീഖ് നൽകണം. അല്ലാഹ് ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. നമ്മുടെ സിറാജുൽ ഹുദ സ്ഥാപനം എല്ലാവർക്കും അറിയാം. 11 മഹല്ലുകളിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ പള്ളിയും മദ്രസയും ഇല്ലാത്ത വിധം സുന്നത്ത് ജമാഅത്ത് തുടച്ചു നീക്കപ്പെട്ടു പോയ ഒരു പ്രദേശമാണ് കുറ്റ്യാടിയും പരിസരവും. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഏകദേശം ഒരു 60 കൊല്ലത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വിവരം പോലും ആ പ്രദേശത്തുള്ള കുട്ടികളോ സ്ത്രീകളോ ജനങ്ങളോ അറിയാത്ത വിധം എല്ലാ ജന്മദിന ആഘോഷങ്ങളും ശിർക്കും കുഫറുമാക്കി ചിത്രീകരിച്ചിരിക്കുകയായിരുന്നു. അൽഹംദുലില്ലാഹ് ഇപ്പോൾ വളരെ ഭംഗിയായി സിറാജുൽ ഹുദ ആരംഭിച്ചതിന് ശേഷം എത്രയോ കിൻഡൽ കണക്കിന് അരി വെച്ച് ഭക്ഷണം കൊടുക്കുകയും മറ്റൊരുപാട് പരിപാടികൾ നടക്കുകയും ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ഈ കൊല്ലവും മഹബ്ബ എന്ന പേരിൽ പരിപാടി നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ആ മഹത്തായ സ്ഥാപനം 16,000-ഓളം വിദ്യാർത്ഥികൾ വിവിധ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നു. 1000-ലധികം സ്റ്റാഫുകൾ സേവനം ചെയ്യുന്നു. ദൈനംദിന ചെലവിന് മാത്രം ഒരു മാസത്തേക്ക് ധർമ്മസ്ഥാപനങ്ങൾക്ക് മാത്രം 95 ലക്ഷം ഉറുപ്പിക ചെലവിന് വേണം ഒരു മാസത്തിൽ. നിങ്ങളുടെയൊക്കെ വീടുകളിലും കടകളിലുമൊക്കെ നമ്മുടെ മദാഹിരി വരുമ്പോൾ, നമ്മുടെ റിസീവർ വരുമ്പോൾ, ഓർഗനൈസർ വരുമ്പോൾ അവർക്കൊന്നും കമ്മീഷനില്ല, അവർക്കൊക്കെ ശമ്പളമാണ്. നിങ്ങളൊക്കെ നല്ല സംഭാവനകൾ കൊടുത്തയച്ച് സഹായിക്കണം. ഖുർആൻ മനഃപാഠമാക്കുന്ന മക്കൾക്കും വെൽബ് ഓടിക്കുന്ന മക്കൾക്കും അതുപോലെ അവരെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്കും ഒക്കെ ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും സഹായിച്ചാലേ കഴിയുള്ളൂ. അതിനെപ്പോഴും സ്ത്രീകളും പുരുഷന്മാരൊക്കെ നല്ല സഹായം നൽകണം. സിറാജുൽ ഹുദക്ക് കോടികൾ ആവശ്യമുണ്ട് ബിൽഡിങ്ങിനും സ്ഥലത്തിനൊക്കെ. അതിന് കഴിയുന്നവർ അങ്ങനെയും സഹായിക്കണം എന്ന് ഈ സമയത്ത് ഉണർത്തി അള്ളാഹു സഹായിക്കുന്നവരെയും നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അവരെ അള്ളാഹു സഹായിക്കട്ടെ. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും ഖുർആൻ പറഞ്ഞതാണ്. അള്ളാഹുവിനെ സഹായിച്ചാൽ, അത് അള്ളാഹിൻ്റെ ദീനിനെ സഹായിച്ചാൽ അള്ളാഹു സഹായിക്കും. അതുപോലെ സിറാജുൽ ഹുദയിലേക്ക് നേർച്ച നൽകുന്ന പലരുമുണ്ട്. അൽഹംദുലില്ലാഹ്. വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദിരിൻ ഫഇന്നല്ലാഹ യഅലമുഹു. നേർച്ച നേരുന്നത് അല്ലാഹു അറിയും, അതിന് അല്ലാഹു ഫലം തരും. അത് ഖുർആൻ പറഞ്ഞതാണ്. അതുകൊണ്ട് അല്ലാഹു തആല സഹായിക്കുന്നവരെയൊക്കെ സഹായിക്കട്ടെ. എല്ലാവരോടും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.